ഹലോ, കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു സ്റ്റാൻഡ് ബൈ നിന്നോളാം. പിന്നെ ഒന്നും തന്നെ ആലോചിച്ചില്ല, കുട്ടികളെയും പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ അബുദാബി ഹെറിറ്റേജ് വില്ലേജിലോട്ടൊരു യാത്ര. തീരെ പ്ലാൻ ചെയ്യാത്തൊരു യാത്രയായിരുന്നു. എപ്പോൾ നമുക്ക് പുറത്ത് പോകാൻ അവസരം കിട്ടിയാലും മാക്സിമം നമ്മൾ അവിടെയാണ് പോകാറുള്ളത്. അപ്പം ഇവിടെ പോകുമ്പോൾ ഉണ്ടല്ലോ, സൂയിൽ പോകുന്നതും മ്യൂസിയത്തിൽ പോകുന്നതും ബീച്ചിൽ പോകുന്നതും എല്ലാം ഓൾ ഇൻ വൺ ട്രിപ്പാണ്. മാത്രമല്ല എക്സ്പെൻസീവും അല്ല. കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങളെ പറ്റി പഠിക്കാനും ഇവയുടെ പൈതൃകത്തെ പറ്റിയും അവരുടെ ഹിസ്റ്റോറിക്കൽ ലൈഫ്, അവരുടെ ഫാമിങ്, അവരുടെ ഹിസ്റ്ററി എല്ലാം അറിയാൻ പറ്റിയൊരു സംഭവമാണിത്. അവിടെ തന്നെ നമുക്ക് ഓരോ ക്ലിപ്പിങ്സ് വെച്ചിട്ടുണ്ട്, അത് വായിച്ച് നോക്കാൻ പറ്റും. അവരുടെ പണ്ടത്തെ ലൈഫ്, പണ്ടത്തെ ആൾക്കാർ എവിടെയാണ് താമസിച്ചിരുന്നത്, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ വീട്, അത് പിന്നെ റിയൽ പേഴ്സൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഷോയിൽ. തൊടാൻ പാടില്ല കേട്ടോ, അങ്ങനെ അതിനെ ഷോക്കേസ് വെച്ചിട്ടുണ്ട്. പിന്നെ അവർ പണ്ടത്തെ യൂസ് ചെയ്തിരുന്ന ബോട്ട്സ്, അതുണ്ടാക്കുന്ന രീതി, നെറ്റ്, ഫിഷിങ്, പിന്നെ അതെല്ലാം നമുക്ക് പഠിക്കാനും അറിയാനും പറ്റും. പിന്നെ ഈ സ്റ്റാളാണ് നമ്മുടെ ഇതിൽ നമുക്ക് വിസിറ്റേഴ്സ് വരുമ്പോൾ അവർക്കൊക്കെ വാങ്ങാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. ഇവിടെ നിൽക്കുവാണെങ്കിൽ കണ്ടില്ലേ, നമ്മുടെ അബുദാബി പട്ടണം ഫുള്ള് കാണാൻ പറ്റും. എന്ത് രസമാണെന്നറിയോ ഇതൊക്കെ കാണാൻ. കാരണം വെള്ളത്തിൽ ഇറങ്ങാൻ ഓടുന്നുണ്ട്. ഞങ്ങൾ തിരിച്ച് ഓടിച്ച് ഉച്ച സമയമാണ്. അങ്ങനെ വേണമെങ്കിൽ ഇതാ തിരിച്ച് വരുന്നുണ്ട്. നമുക്കിവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. റിയലി വി ആർ വെരി താങ്ക്ഫുൾ ടു ദ ഗവൺമെൻറ്. കാരണം നമുക്കിതൊക്കെ പഠിക്കാനും എല്ലാവർക്കും വേണ്ടി ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നതിനും അവരുടെ വലിയൊരു മനസ്സാണ്. മാത്രമല്ല നമുക്കിതൊന്നും പേയ്മെൻറ്റ് ഇല്ലാതെയാണ് നമുക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജസ്റ്റ് നിങ്ങൾ ലൈൻ ബസ് വിളിച്ച് വന്നാലും ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഫ്രീ ടൈം ഉള്ളപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്പോട്ടാണിത്. കാരണം കുട്ടികളാവുന്നതിന് മുമ്പും നമ്മളിവിടെ വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോൾ സമയം കിട്ടിയാലും ഞങ്ങൾക്കൊരു ബന്ധുവീട്ടിൽ പോകുന്നൊരു ഫീലിംഗ് ആണ്. ഇങ്ങോട്ട് വന്നിരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ആശ്വാസമാണ്. കാരണം കണ്ടില്ലേ, ഈ കടലിങ്ങനെ ശാന്തമായ കടലിനകത്ത് വന്നിരിക്കാൻ നമുക്കവിടെ കുറച്ച് നേരം ഇറങ്ങാനൊക്കെ പറ്റും. അപ്പോൾ ഇതാണ്. പിന്നെ ഇപ്പോൾ ഫോട്ടോ ഷൂട്ടിങ് ആരംഭിക്കുകയായി. കണ്ടില്ലേ, തിരിച്ച് പോകുന്ന വഴിക്ക് പിന്നെ നമ്മൾ കുട്ടികൾക്ക് ആടിനെ കാണിച്ചു കൊടുത്തു, പശുവിനെയൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ തിരിച്ചും പോയി. അപ്പം എല്ലാവരും